മെഡിക്കൽ കോളേജിലെ 150 MBBS സീറ്റുകളുടെ അംഗീകാരം നഷ്ടമായിരിക്കുകയാണ്. 2 മാസം മുൻപ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ കാര്യമായ പോരായ്മകൾ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പുതിയ ബാച്ചിലേക്കുള്ള 150 സീറ്റുകളുടെ അംഗീകാരം എടുത്തു കളയുകയും ചെയ്തു. അംഗീകാരം നഷ്ടമായ കാര്യം ആരോഗ്യ സർവകലാശാല മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറെ അറിയിക്കുകയായിരുന്നു. ഡോക്ടർമാരുടെയും സീനിയർ റെസിഡൻസിന്റെയും കുറവാണ് അംഗീകാരം നഷ്ടമാകാൻ കാരണമെന്നാണ് വിവരം. നേരത്തെ സംസ്ഥാനത്തെ 3 സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് MBBS കോഴ്സുകൾ തുടരാനുള്ള അനുമതി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ തടഞ്ഞിരുന്നു. മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് കണ്ടെത്തിയ തൃശൂർ ജൂബിലി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ, തിരുവനന്തപുരം കാരക്കോണം സോമർവെൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജ്, ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ അഡ്മിഷനായിരുന്നു അന്ന് തടഞ്ഞത്. 3 ആകെ 450 സീറ്റുകളാണ് തടഞ്ഞു വെച്ചത്. തിരുവനന്തപുരം SUT മെഡിക്കൽ സയൻസ് അക്കാദമിയുടെ 100 സീറ്റുകൾ 50 കുറയ്ക്കുകയും ചെയ്തിരുന്നു. അധ്യാപകരുടെയും റെസിഡന്റ് ഡോക്ടർമാരുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നിർദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പാക്കാത്തതടക്കം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അന്ന് നടപടിയെടുത്തത്. എന്തായാലും 1/2 നൂറ്റാണ്ടോളം പ്രവർത്തന പരിചയമുള്ള ഒരു മെഡിക്കൽ കോളേജിനാണ് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരം ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഡോക്ടർമാരുടെയും സീനിയർ റെസിഡന്റുമാരുടെയും കുറവാണ് അംഗീകാരം നഷ്ടമാകുവാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിന് പുറമെ കോഴിക്കോട്, കണ്ണൂർ, പരിയാരം മെഡിക്കൽ കോളേജുകളിലെ PG സീറ്റുകൾക്കും അംഗീകാരം നഷ്ടമായിട്ടുണ്ട്. നിലവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഇത് ബാധിക്കില്ലെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വർഷത്തെ പ്രവേശനത്തെ ബാധിക്കാതിരിക്കുവാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്.